വെൽക്കം ടു ട്യൂഷൻ റൺ വ്ളോഗ്. ഞാൻ പെട്ടെന്ന് സ്ക്രീൻ ഓൺ ചെയ്തപ്പോൾ വിചാരിച്ചു പൂക്കളം പിസയായിരുന്നു പിസ്സ. എന്തായാലും ടൈം നോക്കാൻ വേണ്ടിയിട്ടാണ്. 9:15. ഇനി നേരെ കുളിക്കുക, വേഗം അടുത്ത ട്യൂഷന് പോവുക. 10 മണിക്ക്. അതിനുള്ളിൽ ഞാൻ ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ പൂക്കളം എന്താണ്ട് ഇടണം എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ പൂക്കളം ഇടണം. ഭയങ്കര തിരക്കാണ്. അപ്പോൾ പോയിട്ട് വേണം. ഇന്നൊരാൾ പൂക്കളമാണ്. ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ട് വേണം വേഗം ട്യൂഷന് പോകണം. ഫുഡ് ഉണ്ടാക്കണം. എന്തൊക്കെ പരിപാടികളാണ്. നല്ലൊരു ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇത് നടുക്ക് വയ്ക്കാം. ഇത് ഔഷധ ഗുണമുള്ള പനിക്കൂർക്കയാണ്. അപ്പോൾ ഔഷധ ഗുണമുള്ള പൂക്കളമാണത്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ആക്ച്വലി സത്യത്തിൽ ഇത് പണി വാളിപ്പോയി, എന്നാലും കഴിക്കന്നെ. അഞ്ച് 6 7 8 9 10 11 12 1 2 3. കുറച്ച് ലേറ്റായി. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ലേറ്റായാണ് ഞാൻ. എല്ലാം സെറ്റാവാൻ ടൈം എടുത്തു. ഇവിടുത്തെ ടൈം വെച്ചിട്ടാണ് മറ്റിടത്തെ ടൈം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് 11:30 അത് ഒരു 10 മിനിറ്റ് ഇനി വൈകാൻ സാധ്യതയുണ്ട്. മറ്റേ റെയിൽവേയിൽ ട്രെയിൻ ഓടുന്ന പോലെയാണ്. അങ്ങനെ ലാഗ് അടിച്ച് പോകും ഇനിയിപ്പോൾ. അത് പൊളിക്കും നമ്മള്, മൊത്തത്തിൽ പൊളിക്കും നമ്മള് ഗൈസ്. എടാ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. വാടാ. So let's start. അല്ല എത്ര മാർക്ക് കിട്ടും? റേഞ്ച് പറഞ്ഞ രണ്ടുപേരും. എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നല്ല, എന്നാലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. നിങ്ങൾ എഴുതിയ റേഞ്ച് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന മാർക്കും നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്കും നമ്മൾ ഇതിലൂടെ തന്നെ നാട്ടുകാരെ അറിയിക്കുന്നതാണ്. പറയടാ, എത്ര കിട്ടും മാർക്ക്? പറയടാ, എത്ര മാർക്ക് കിട്ടും? പറടാ. ശരി, പരീക്ഷ എഴുതി പേപ്പർ കിട്ടില്ലോ. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്കൊന്നുകൂടി ചിന്തിക്കാം. അന്ന് ചിന്തിക്കാൻ കൂടി നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല. കാരണം കെട്ടി ഓടേണ്ടി വരും നിങ്ങൾ ഇവിടുന്ന്. എടാ ഞാൻ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് പറയാട്ടാ. 4 ചാപ്റ്റർ അല്ലേ പരീക്ഷയ്ക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാടാ. എടാ ഞാൻ നോക്കാം. നീ ഇത് എടാ നീ ഇതിലേക്ക് മാത്സിലേക്ക് പാടാ. എടാ ബാ മാത്സ് ചെയ്യാം. അതൊക്കെ അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങളിവിടെ പകർത്തി വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളിത് പഠിക്കണം കേട്ടാ. മനസ്സിലായല്ലോടാ? മുഹമ്മദ് ബഷീറിന്റെ സൈൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ മിൻഫിൻ ഇവിടെ എവിടെ? ഓ, മുഹമ്മദ് ബഷീറിന്റെ സൈനോടെ ലേബർ ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. ആ ലേബർ ഇന്ത്യയിൽ കൊടുത്ത സൈൻ വരെ അവൻ കാണാണ്ട് പഠിച്ചേക്കുവാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് അത് വരെ അവൻ ഇട്ട് പഠിച്ചേക്കുവാണ് ഗൈസ്. ബഷീറിന്റെ കയ്യൊപ്പം മലയാളത്തിൽ എന്ന് പറഞ്ഞ് എഴുതി പഠിച്ചിട്ടുണ്ട്. പാവം ദിവനാണ് അവൻ. ഇത് വ്ളോഗിലിടണോ അതോ ഷോർട്സിലിടണോ? ലേബർ ഇന്ത്യയിൽ ഒന്നും വിടാണ്ട് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ ഒന്നുപോലും വിടാതെ പഠിക്കണം എന്ന് പറഞ്ഞപ്പോ നമുക്ക് 12/6/83 സൈൻ വരെ അവൻ കാണാണ്ട് പഠിച്ചേക്കാണ്. ഗ്രേറ്റ്. ഇങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എല്ലാം കൊണ്ടും. നാച്ചുറാലിറ്റി പറടാ. മലയാളം പരീക്ഷയിലെ ഡൗട്ട് നോക്കിയ നീ? കവീന കവി തന്നെ പറയുള്ളൂ. കവിത്രി. വെരി ഗുഡ്.
മലയാള ഭാഷയെ കുറച്ച് ബഹുമാനം കൊടുക്കടാ. നീ എന്താ അവൾ എന്നൊക്കെ പറഞ്ഞ കവി കിട്ടാണ്ടായപ്പോ എഴുതിയില്ലേ? ഇമ്മാരി മരക്കോക്കാമാരൊക്കെയുള്ള ഈശ്വര പഠിപ്പിക്കണേ. സുഗതകുമാരിനെടാ കുറച്ച് റെസ്പെക്ട് ഒക്കെ കൊടുക്കടാ. ഇടയിലാണോ എഴുതി വെച്ചിട്ടുള്ളേ? അപ്പൊ പിന്നെ വായിക്കില്ലേ ചെലപ്പോ. പിന്നെ കുഴപ്പമില്ല. അപ്പൊ ആ തുടക്കത്തിൽ തന്നെ അവൾ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു ബഹുമാനില്ല എന്നർത്ഥം. അതെ, കൃത്യമായിട്ട് അതിന്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടന്റും വായിച്ചു നോക്കണം. അത് ഇരുന്ന് ചിരിക്കാനുള്ള ഉണ്ടായിരിക്കും ഈ ഓണക്കാലം. എല്ലാ തമാശകളുടെയും കൂടെ കാലമാവട്ടെ. ഇത് പറഞ്ഞോ ഇതേപോലെ എത്ര പേപ്പർ നോക്കണ്ടാവും അവര്. വാ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ ചെയ്യാ? കൈകൊണ്ട് എഴുതേണ്ടി വരും എന്ന് എനിക്കറിയാം. എക്സ് ഇൻറ്റു വൈ അല്ല, എക്സ് പ്ലസ് വൈ ആണ് അവിടെ കിടക്കുന്നത്. എക്സ് ഇൻറ്റു ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെയാണ്. എക്സ് ഇൻറ്റു യു. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് ഇതിന്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടില്ല. എക്സ്പാൻഡ് ചെയ്യേ എക്സ്പാൻഡ് ചെയ്യടാ പറടാ. വീട്ടിലെ കരിക്ക് കളാണല്ലോടാ നീ. സ്വന്തം വീട്ടിലെ കരിക്ക് കട്ടെടുക്കണമല്ലോടാ നീ. മച്ചിങ്ങ വരെ വെറുതെ വിട്ടില്ലല്ലേ നീ? മച്ചിങ്ങ വരെ എടുത്തിട്ട് സ്ട്രോട്ട് കുടിച്ചുകൊണ്ട് നിന്നെ എങ്ങനെ പിടിക്കാണ്ടിരിക്ക? ഇത്രയും നാളായിട്ട് തെങ്ങുണ്ടായിട്ട് ഒരു മച്ചിങ്ങ പോലും കാണല്ലേ എന്ന് പറഞ്ഞാൽ വീട്ടുകാര് പിടിക്കില്ലേ? ഞാനുണ്ടല്ലോ ഇതിവ വെട്ടി പൊളിച്ചിട്ടുണ്ടല്ലോ അവൻ കുടിച്ചു തന്നിട്ട് അപ്പൊ നല്ല ടേസ്റ്റ് എനിക്ക് കുറച്ച് തന്നിട്ട് ആ രക്തസാക്ഷ്യത്തിൽ ആ കുറ്റകൃത്യത്തിൽ നിന്നെ കൂടി ഉൾക്കൊള്ളിച്ചു. അതാണ് കുറച്ച് പാപം നിനക്കും കിട്ടും. അതാണ് അവന്റെ ഉദ്ദേശം. അവന്റെ ബുദ്ധി നോക്കിക്ക് നീ. അവനറിയാതെ ഒറ്റയ്ക്ക് കഴിക്കണമെന്നുണ്ട് ആക്ച്വലി. പക്ഷെ ഒറ്റയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവനറിയാം നീ ഒറ്റ കൊടുക്കുന്ന അവനറിയാം. അപ്പൊ എന്ത് ചെയ്തു? നിന്നെ പെടുത്താൻ വേണ്ടിട്ട് അവൻ കുറച്ച് തരുള്ളോ, അതത്രേ ഉള്ളൂ. ആ കുറച്ച് തന്നിട്ട് നിന്നെ അതിൽ പങ്കാളിയാക്കി. എന്നിട്ട് നിന്റെ അടുത്ത് ഭീഷണിപ്പെടുത്തും, നീയും ഇതിൽ പങ്കാളിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞാൽ നിന്റെ കൈകാലുകൾ വെട്ടും. ഇവനാവുമ്പോ ശ്രദ്ധിക്കണേ, ഇവൻ മറ്റേ തവളനെ തളച്ച വെള്ളത്തിലിടണവനാണ്. ചെയ്താ അത് എക്സ്പാൻഡ് ചെയ്തത് എവിടെ? എക്സ് യു പ്ലസ് എക്സ് വി. നിങ്ങൾ ആദ്യം എക്സ് കൊണ്ട് ഇൻഡു ചെയ്യടാ. എക്സ് യു പ്ലസ് എക്സ് വി. പിന്നെ ഇവിടെ നോക്ക്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളാ. ഈ റൈറ്റ് ട്രയാങ്കിളുടെ ഒരു ആംഗിൾ എന്തായാലും 90 ആയിരിക്കും. പക്ഷെ മറ്റേ രണ്ട് അക്യൂട്ട് ആംഗിൾ ഉണ്ട്. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് ചെറിയ ആംഗിൾ. ആ രണ്ട് ചെറിയ ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് എക്സും വൈയും ആണ്. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 90 ഡിഗ്രി വരെയാണെന്നറിയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ കേട്ടോ. എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 90 കിട്ടും. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 10 ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി. ആ ഫസ്റ്റ് ഇക്വേഷൻ ഇതും സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് എഴുതി. ഇനി ഇതില് ഏതെങ്കിലും ഒരു ടേമിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആരൊക്കെയാ? വൈ. അപ്പൊ അത് പ്ലസ് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷൻ പ്ലസ് ചെയ്താൽ വൈ ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x ഈക്വൽ ടു 90 പ്ലസ് 10 എന്ന് പറയുന്നത് 100. എക്സ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 2 50. ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 40. വൈ ഈസ് ഈക്വൽ ടു 40. സോ സിമ്പിൾ. അല്ലല്ല, അത് മാറ്റി ഞാൻ. അത് പറയാൻ എളുപ്പത്തിന് വേണ്ടിട്ട്. അത് എല്ലാവർക്കും അത് ആക്സസിബിൾ അല്ല. സംഭവം പെട്ടെന്ന് മനസ്സിലാവണില്ല. ഇപ്പൊ എല്ലാം ക്യാപിറ്റൽ GKM പിന്നെ സ്പേസ് ഇട്ടിട്ട് വേൾഡ്. കണ്ടോ ഗൈസ്, ഇന്ന് അവന്റെ ഡെഡിക്കേഷൻ കണ്ടോ. അവൻ ഇന്ന് 11 സബ്സ്ക്രൈബേഴ്സിനെയാണ് എനിക്ക് ഇന്ന് ആക്കിയതെന്ന് പറഞ്ഞിട്ടുള്ളത്. വീടാന്തരം കയറി കൂപ്പൺ എടുക്കുന്ന പിള്ളേരെ പോലെ, അല്ല കൂപ്പൺ വിൽക്കുന്ന പിള്ളേരെ പോലെ. പ്ലീസ് സബ്സ്ക്രൈബ്. ഓണസമ്മാനം കിട്ടാൻ വേണ്ടിട്ട് പൈസ ഒന്നും വേണ്ട, പൈസ അങ്ങോട്ട് വരാം. അയ്യോ, ഏത് വൈബായിരിക്കും കേട്ടോ. ഇനി അടുത്തത് വാടാ ഗൈസ്. ഇത് ഞങ്ങൾ എടാ ആദ്യം മാത്സ് പരീക്ഷ കഴിഞ്ഞിട്ട് പോയാൽ മതി. 10 സൈലത്തിലിടാ നമുക്ക് കമന്റില്.
എന്നിട്ട് ആ ഇട്ടാ മതി. ഓ കണ്ട അവന്റെ ഡെഡിക്കേഷൻ ആണ്. എന്താ ഡെഡിക്കേഷൻ. പഠിക്കാതിരിക്കുമ്പോഴും ഇതാണ് അവന്റെ ചിന്ത. എടാ അതെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പഠിക്കുന്നതിന്റെ ഇടയിൽ ഇടുന്ന വ്ളോഗൊക്കെ ആണ് കേട്ടോ. ചെറുതായിട്ടൊക്കെ നമ്മൾ ഇടുന്ന വിറ്റുകളാണ്. ഇനി ഇവിടെ ഫുൾ ക്യാമറ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിന്റെ വിറ്റിന്റെ അഭിഷേകമായിരിക്കും. ഈ വ്ളോഗ് അങ്ങോട്ട് കത്തി കയറിമിക്കുന്നു. പക്ഷെ നമുക്ക് പക്ഷെ നമുക്ക് ഇവിടെ ക്യാമറ വെക്കാനുള്ള സ്ഥിതിയില്ല. പിന്നെ നമുക്ക് പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് മാത്സ് ആണ്. ഓണാണ് യെസ്, ഓണാവണം. ഓണാവുമ്പോ നമ്മൾ ഓണായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. ശരിയപ്പോ. അല്ലാണ്ട് ഓഫായി കഴിഞ്ഞിട്ട് വലിയ മതി ഈ ഫോൺ ഓഫായി കഴിഞ്ഞാൽ ക്രിസ്മസ് ആവും. ഓണായി കഴിഞ്ഞാൽ ഓണം. പോട്ടെ പോട്ടെ, ഞാൻ അടിക്കാൻ പോണേ. ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്യണം, 13 ചെയ്യണം. പിന്നെ ഏതാ, പിന്നെ ഞാൻ പറഞ്ഞുതരാം ഇതിൽ ഏതൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. പൂരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 16 ചെയ്യണം. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഒരേ മോഡൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതേ ചെയ്യാണ്ടെങ്ങാനും ഇരുന്നിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലടാ, നിന്നിട്ട് നീ ചെയ്തോ. നീ കിടന്നിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇരുന്നിട്ട് ചെയ്യാം, അതാ നല്ലത്. 22 ക്വസ്റ്റ്യൻ നമ്പർ 22. 13, 16, 20, 22, 24, 25, 26, 27, 25. ഓക്കെ ഗൈസ്, ഇത്രയും ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം കേട്ടോ. ഹോംവർക്ക് ഹൗസ് വർക്ക്. ഞാൻ വേലപ്പണിക്കാരനല്ല. വേണ്ട, നിന്നെ ഇവിടെ വേലപ്പണിക്ക് നിർത്തും കുറച്ചു നാൾ കഴിഞ്ഞാൽ. ഹൗസ് വർക്ക്. അപ്പോ ബൈ ബൈ. അല്ല നമുക്ക് ഇനി അടുത്ത ട്യൂഷന് പോവാണ്. അടുത്ത ട്യൂഷൻ 11:30 ട്യൂഷൻ. ഇപ്പോ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും പോവാണ്. 1 2 3 4 5 കൂട്ടിലാക്കിയാ 6 7 8 9 10 11 12 13 14 15 16 17 18. ഇത് ഇങ്ങനെ ഒരു കയറ്റം കയറിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും മേലേക്ക് എത്തണം കേട്ടോ. അപ്പൊ നമുക്കൊരു നല്ലൊരു എക്സസൈസ് കൂടിയാണത്, അല്ലേ? യെസ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 സ്റ്റെപ്പ് കൂടെ. ആ ഭയങ്കര ക്രിയേറ്റീവോ. അതെന്നെ വന്നിട്ട് ഉമ്മ വയ്ക്കണം എന്ന് നിങ്ങൾക്ക് കാണണല്ലേ. ഓ ഇതെന്താണത്? ഇതാണോ ഇത്? ഷർട്ടിനുള്ളതാണോ ഇത്? ഓ ബെസ്റ്റ്. മറ്റേ ഇത് ജുബടിച്ചിട്ടുണ്ടെങ്കിൽ അവസരക്കാരെ നിങ്ങള്. ഇതാണോ നീ ഷർട്ടാണോ തയ്ക്കണേ അതോ കുർത്ത പോലെയാണോ? ഇതെന്താ ഇങ്ങനെയൊക്കെ കളർ അടിച്ചേ? ഇത് എവിടേക്ക് ഇടാൻ പറ്റാ? സെലിബ്രേഷൻ. ഓക്കെ. ഈ പീസിനാ ഒരെണ്ണത്തിനോ 1000? ഓക്കെ ഗൈസ്, നമുക്ക് പോകണം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡൽ? പക്ഷെ ആ മെറൂൺ കളറൊക്കെ ഭയങ്കര ഓവറായില്ലടാ. അത് ഇത് പിന്നെ കുഴപ്പമില്ല. ഇത് പിന്നെ കുഴപ്പമില്ല. പക്ഷെ മറ്റേത് മെറൂണല്ലേ കളറ്? ഗ്രേ അല്ല മറ്റേത്. ഗ്രേപ്പ് വൈൻ. എന്തോ ആയിക്കോട്ടെ. അടുത്ത് കുടിക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടുത്തെ ബെല്ലേനെ കാണിച്ചു തരാം. ബെല്ല. ഇതാണ് നമ്മുടെ ബെല്ല. ഹായ്, സേ ഹായ്. ഹായ്. എവിടെ ഒരു മെരുക്കൂല. അഴിച്ചാൽ നല്ല മെരുക്കുണ്ടാവും. അത് കൂടെ അഴിച്ചാൽ നല്ല മെരുക്കുണ്ടാവും. ആ ഓക്കെടാ, ബൈ. പോട്ടെ. അതെ, ഞാൻ പോവാണ്. ഡാ ആ ഹോംവർക്കൊക്കെ ചെയ്യട്ടാ. ഡാ കേട്ടില്ലേ? ബോർഡ് ചെയ്യാം. നിങ്ങളങ്ങനെ നീങ്ങിരുന്നോ? I will take the marker and let's do on the board. Come. ഹലോ, എനിക്ക് എൻ്റെ വ്ളോഗിൻ്റെ പാട്ടാ. പിന്നെ ഇവന്മാരിങ്ങനെ സ്ഥിരം ഫേസ് അതില്. നോടെ ഇത് വേണ്ടിയതാ. നോടാ
ഇതൊക്കെ എടുത്ത് കാണിക്കണത് നല്ല. ആ ഇതാരാ, ഇവനാണോ കിട്ടിയത്? നോക്കട്ടെ. അപ്പൊ ഇന്ന് രാവിലെ വരുമ്പോണ്ടായിരുന്നത്. ആ അപ്പൊ ഇവന്റെ വീട്ടിലേ ഇവനെ നടക്കുന്നോ കിട്ടിയത്? അല്ലല്ലോ, കുഴപ്പമില്ല, ചുള്ളനായിണ്ട്. 10ാമത്തെ ദിവസമാണ് ചെയ്യാൻ പോണം. 10ാമത്തെ ദിവസം ഞാൻ ബോർഡുമ്പോ ചെയ്യാം കേട്ടാ. അപ്പൊ നിങ്ങൾ അവിടേക്ക് തിരിഞ്ഞിരിക്കുക, തിരിഞ്ഞിരുന്നിട്ട് നോക്കുക. ഓക്കെ. അറക്കാൻ കൊണ്ടോണം മാടണ ഇവനെ നാളെ, ഇവനെ അറക്കുന്നത് നാളെ. എന്നാലും എന്റെ അഭിഷേകിന്റെ ഹെയർ സ്റ്റൈലാണ് എന്ത് രസല്ലേ. നോക്കട്ടെ അഭിഷേക്, നിന്നെ പോകാം. എന്തിനാ നീ നാണിക്കണേ? അത് അടിപൊളിയുണ്ട്. 2 ദിവസം കഴിഞ്ഞ അതൊക്കെ വളരാനുള്ളടാ. നീ എന്തിനാ പേടിക്കണേ? അതൊക്കെ വളരെ കുറച്ച് കഴിഞ്ഞാലൊന്നുമില്ല. അതെന്ത് കരടിയാ നീ? കുറച്ച് കഴിഞ്ഞാലൊന്നുമില്ല, കുറച്ച് 2-3 ദിവസമൊക്കെ കഴിഞ്ഞാ അവള്. അപ്പൊ നമുക്ക് ചെയ്യാലോ. വാ ഇവിടെ മാക്കാച്ചി കോക്കന്മാരെ. നിക്ക്, ഞാൻ അവിടെ വരയ്ക്കാം, വരച്ചിട്ട് കാണിച്ചു തരാം. ഇതല്ലേ ഫിഗർ അല്ലേ? ഇത് 10 അല്ലേ? ഇത് എത്രയാ? 6. ഓക്കെ. പേരുകൾ എന്തൊക്കെയാ? എന്തൊക്കെ പറയണം? ആ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് 8. അപ്പൊ 8 കിട്ടിയ. അപ്പൊ അവിടെ കിട്ടിയാ? ആ ഇനി ബാക്കി ചെയ്യും. ബാക്കി എന്താ? ഇതിന്റെ ഏരിയ അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഹാഫ് ഇൻറ്റു എടാ ബി സി എന്ന് പറയുന്നത് ഇത് ടോട്ടൽ ഇത് 6, ഇത് 6 അല്ല വരിക. ആ ഏരിയ കണ്ടുപിടിക്കണ്ട. ഇതിനാണ് നിങ്ങൾ ഇത്ര നേരം ഇന്നല്ലേ. വെരി ഗുഡ് റാ, വെരി ഗുഡ്. പരീക്ഷയ്ക്ക് ഇതൊക്കെ പോയാ അത് വരുത്താം നമുക്ക്. ആ ഡെസ്ക് അല്ല ബെഞ്ച് വീഴും. അവിടെ സാർ പെട്ടെന്ന് കണ്ടു. ഇതൊക്കെ പോയി എഴുതി പഠിക്കാനും വന്നാൽ അതെന്റെ ഒന്നല്ല. അവിടെ വെക്കണം ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ വെറുതെ. ആ ബൈ ബൈ. നാളെ ട്യൂഷൻ കിട്ടാ അറിയില്ലേ? 5 മണി വൈകിട്ട്. ആ വേണം നിങ്ങക്ക്. മറ്റന്നാള് മാത്സ് അല്ലേ? എടാ നാളെ വൈകിട്ട് 5 മണി. നാളെ കൊട്ടുണ്ടോ? ആ അതൊക്കെ മാറ്റി വേണമെങ്കിൽ 5 മണിക്ക് ട്യൂഷൻ കേട്ടാ. 5 മണിയെ. ഹായ്. ഇപ്പൊ നമ്മുടെ ഇതുവരെയുള്ള ട്യൂഷൻ കഴിഞ്ഞു. ഇതുവരെയുള്ള എന്ന് പറയുമ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഇനി എനിക്ക് വീട്ടിലേക്ക് പോകണം, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം ഇപ്പം ഞാൻ തന്നെ പോയി വെക്കേണ്ടി വരും. അപ്പോൾ ചോറ് കുറച്ചിശ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒറ്റയടിക്ക് കുറയ്ക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കൊണ്ടുവരാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ചാണ് ക്വാണ്ടിറ്റി, കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു നേരമെങ്കിലും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടേക്ക് തന്നെ വരണം. അടുത്ത ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ പോയിട്ട് കാണാം. എൻ്റെ ഊണ് ഞാൻ ചോറ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ സാധാരണ എടുക്കുന്നതിനേക്കാളും. പിന്നെ ചെറുപയറുണ്ട്, പ്രോട്ടീൻ, പിന്നെ ഒരു ബുൾസൈ ആൻഡ് ബീട്രൂട്ട് ഉപ്പേരി. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ദി ഫൈനൽ പീസ് ഗൈസ്. ഇത്രയാണ്. ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇഷ്ടമുണ്ട്. ആദ്യമായിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യല്ലേ. നമ്മൾ ഇത്രയും നാൾ കഴിച്ചിരുന്ന ആ ഒരു റൂട്ടീൻ മാറ്റി പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതൊരു പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിലിരിക്കുന്ന ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും എനിക്ക് ഊണ് കഴിഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റ്, വലിയ സ്വീറ്റ്സിലേക്കൊന്നും പോവില്ല, ബിസ്ക്കറ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു ക്രേവിങ് ഉണ്ട്. പക്ഷേ നമ്മളത് ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, തീരെ കഴിക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് പീസ് ഇതിങ്ങനെ മൊത്തത്തിലിടുമ്പോഴാണ് മൊത്തത്തിലിങ്ങനെ കഴിക്കണം. അതാണ് ഒരു രസം. ആ ഒരു പെപ്പറും അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക ഉപ്പൊക്കെ ഇട്ടിട്ട് 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ചില്ലി പൗഡറൊന്നും ഇട്ടിട്ടില്ല. പെപ്പറും ഉപ്പും ഇതിങ്ങനെ അങ്ങനെ ഒരു വീഴുന്നതിന് മുൻപ് തന്നെ നമ്മളങ്ങനെ കഴിക്കണം.
സൂപ്പർ. ഗൈസ് ഹായ് 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 ഹായ്. ഇവനൊരു കുഞ്ഞു മടിയനാണ്, കുഞ്ഞു മടിയൻ അല്ലേ? ആണോ ആണോ? ആണെന്നില്ലേ? സ്വയം സംഭവിച്ചുല്ലേ? സ്വയം സംഭവിച്ചു അവൻ. നോട്ടെ. ഓ ഗ്രേറ്റ്. എന്താ എവിടെ പോയത്? നമുക്ക് എടുക്കാം. യോ ഗൈസ്, സമയം ഇപ്പോൾ എത്രയാ? 3:30. ഞാനിപ്പോൾ വീട്ടിലേക്ക് 1:30 എത്തിയതാണ്. 1:30 എത്തി അവിടെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്, സാധനം മേടിക്കാനല്ല, ഈ എന്താ പറയുക, പ്ലാസ്റ്റിക് ന്യൂസ് പേപ്പറൊക്കെ കൊടുക്കാനായിട്ടൊരു ചേട്ടൻ നമ്മുടെ സ്ഥിരം വരാറുണ്ട്, രാമുചേട്ടൻ. അപ്പോൾ രാമുചേട്ടൻ അവിടെ വന്നപ്പോൾ നമ്മൾ കുറേ ബുക്കുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരുന്ന ചാക്ക് ബുക്കുകളായിരുന്നു. അതൊക്കെ ഞാനത് കൊടുക്കാനായിട്ട് അവിടെ നിന്നു. അപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അതിന് പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കി വന്നപ്പോഴേക്കും നേരം വൈകി. സോ ഇവിടെ എത്തി 3 മണി 3:30 അടുത്ത ട്യൂഷൻ. അപ്പോൾ ഇതാ വന്നിരിക്കുന്ന ആൾക്കാരെ നോക്കൂ, ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഹായ് 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 ഹായ്. പിന്നിലിപ്പോൾ പോള് വന്നു ഗൈസ്. പോള് വന്നു. പഠിക്കാം ബാ. മാവിലയുടെ മുണ്ടാടുക്കടാ. മാവിലയുടെ ഗിഫ്റ്റ് നോക്കട്ടെ. മാവിലയുടെ ഗിഫ്റ്റ് വാങ്ങിച്ച് വന്നേക്കണം നമ്മുടെ അനു. ഇതെന്തത്? രചന നാരായണൻകുട്ടീനെ നിങ്ങൾക്ക് ഗിഫ്റ്റായി തന്നോ? മനിക്കേ? ഓ മഗ് തരാനാണോ ഇത്രയും വലിയ കവറൊക്കെ? എന്ത് പ്രിന്റഡ് ആണോ മഗ്? ഓ യെസ്. അപ്പൊ നമുക്ക് ഇനി കോഫി ഇതിൽ കുടിക്കാം. എന്നിട്ട് അത് വെള്ളല്ലേ? വെച്ചോ. അതിലൊന്നുമില്ല തന്നോ, ഇനി ഒന്നും നോക്കണ്ട, അതിലൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. മഗ് കിട്ടി അനു ചേച്ചിക്ക്. എവിടെ ഹസു? ഏത് പാട്ടാ പാടിയേ? അതെ, ഗിഫ്റ്റ് അപ്പം തന്നെ വന്നോ? അവര് പാടി മൂടി ചോദിച്ചാ നീ? അതാണ് മാർക്കറ്റിംഗ്. നിനക്ക് വലിയ ഇത് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വലിയ സംഭവമാണെന്നുള്ളത്. വീട്ടിൽ വന്ന് നമ്മളത് പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ചെറിയ സംഭവം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഗിഫ്റ്റൊക്കെ കണ്ടില്ല എല്ലാവരും? ഇനി പഠിക്കാം. അങ്ങനെ വൈകിട്ടത്തെ ട്യൂഷൻ കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാനൊരു കോഫി കുടിക്കാൻ ഇറങ്ങി. വിത്തൗട്ട് ഷുഗറാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടതാണ്. ക്യാരറ്റ്, ബനാന, പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോ, ഇതൊക്കെ ഇട്ടിട്ടൊരു സാലഡ്. പിന്നെ അത് കഴിഞ്ഞ് ഇനി അടുത്ത ട്യൂഷൻ ഉണ്ട്. ഒന്നും ചെയ്യണ്ട. എൻ്റെ ഡേ എൻഡ് ചെയ്യുന്നത് കെമിസ്ട്രിയിലാണെന്ന് കാണിക്കണ്ടേ? അതും ഒരു ഒടുക്കത്തെ കെമിസ്ട്രി. കൈസ്, ഞാൻ രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഫുഡാണ് ഞാൻ കഴിച്ചത്. ഒരു 7:30-8 മണിയായപ്പോൾ. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ബ്ലാക്ക് കോഫി ഉണ്ടാക്കുവാണ്. നമ്മുടെ ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആദ്യത്തെ ദിവസമാണ്. ഇനിയും കുറച്ചും കൂടി പ്രോപ്പറായിട്ട് ഓർഡർ ആക്കാനുണ്ട്. അടുത്ത ഡേ തൊട്ട് ഞാൻ അതിൻ്റെ കാര്യം കൂടി കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷേ എല്ലാ സമയവും കൂടി നമുക്ക് ഒത്തുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരു 3 മാസമല്ല, 2 മാസം, ഒരു 3 മാസം, ഞാൻ അത്രയും ആ ഒരു ഗ്യാപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഉള്ളിൽ എല്ലാ രീതിയിലും ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.